അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അവസാനത്തെ പരീക്ഷ ദുറൂസുൽ ഇഹ്സാനാണ്. ദുറൂസുൽ ഇഹ്സാനിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട പാഠഭാഗങ്ങൾ 5 പാഠങ്ങളാണ്. ഖൈറുൽ ഉമ്മ, അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അൽ മുഅ്ജിസതു അന ആതീക ബിഹി. ഇത്രയും പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പാഠങ്ങളുടെ ഒരു ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക. ഓരോ പാഠങ്ങളും ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധമായും വിദ്യാർത്ഥികൾ വായിക്കുകയും ചെയ്യണം. ഒന്നാമത്തെ പാഠം ഖൈറുൽ ഉമ്മ, ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ സമുദായം. 1,24,000 പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു. ഓരോ പ്രവാചകനും നിശ്ചിത സമുദായവും ഉണ്ടായിരുന്നു. അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത് മുഴുവൻ ജനങ്ങളിലേക്കുമാണ്. ഏറ്റവും ഉത്തമമായ സമുദായമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം. ആ സമുദായത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തആല നമുക്കൊക്കെ ഭാഗ്യം നൽകിയില്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല പറയുന്നു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. മുഹമ്മദ് നബിയുടെ സമുദായമേ, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. ഈ ഉമ്മത്തിന് ഉന്നതമായ സ്ഥാനം ലഭിക്കാനുള്ള കാരണം അല്ലാഹു പറയുന്നു, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുകയും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ 3 ഗുണങ്ങൾ ഉണ്ടായാൽ മാത്രമേ നാം ഉത്തമ സമുദായത്തിൽ പെട്ടവരാകൂ. ഏതെല്ലാം? തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുക, വതൻഹൗന അനിൽ മുൻകർ, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുക, വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. ഈ 3 ഗുണങ്ങൾ ഉണ്ടായാൽ മാത്രമേ നാം ഉത്തമ സമുദായത്തിൽ പെട്ടവരാവുകയുള്ളൂ. ഉത്തമ സമുദായത്തിന്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കും, അതുപോലെ ദുഷ്കർമ്മം തടയും, വഴികേടിന്റെ മേൽ ഒന്നിക്കുകയില്ല, നന്മകളായിരിക്കും അവർ ജീവിതത്തിൽ ചെയ്യുക. പരലോകത്ത് ആദ്യം വിചാരണക്ക് വിളിക്കപ്പെടും. ആരെ? ഉത്തമ സമുദായമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തെ. ആദ്യം സ്വർഗപ്രവേശനം ലഭിക്കും. 70,000 പേർ ഹിസാബോ അദാബോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. വുളൂ കാരണം മഹ്ശറിൽ കൈ, കാൽ, മുഖം എന്നിവ പ്രകാശിക്കുന്നവരാവും. സ്വർഗനിവാസികളിൽ 2/3 ഭാഗം ഈ ഉമ്മത്തായിരിക്കും. അതിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഉത്തരം എഴുതുക. അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ എത്രയാണ്? 1,24,000. 2, മുഴുവൻ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരാകുന്നു? നമ്മുടെ നബി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തമ സമുദായം ആരാകുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാണ് ഉത്തമ സമുദായം. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് ഉന്നത സ്ഥാനം ലഭിക്കാൻ കാരണം എന്താണ്? നമ്മൾ മുകളിൽ പറഞ്ഞു, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുകയും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് ഉന്നത സ്ഥാനം ലഭിക്കാനുള്ള കാരണം. നാം ഉത്തമ സമുദായത്തിൽ പെട്ടവരാകാൻ എന്ത് ചെയ്യണം? മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഏതെല്ലാമാണത്? തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കണം. അതുപോലെ വതൻഹൗന അനിൽ മുൻകർ, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയണം, മറ്റുള്ളവരെ തടയണം. അതുപോലെ തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഉത്തമ സമുദായത്തിൽ പെട്ടവരാകുന്നത്. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതകളിൽ നിന്ന് 4 എഴുതുക. നമ്മൾ അവസാനത്തിൽ കുറേ പ്രത്യേകതകൾ പറഞ്ഞു. ആദ്യം വിചാരണക്ക് വിളിക്കപ്പെടും, ആദ്യം സ്വർഗപ്രവേശനം ലഭിക്കും, 70,000 പേർ ഹിസാബോ അദാബോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും, വുളൂ കാരണം മഹ്ശറിൽ കൈകാൽ, മുഖം എന്നിവ പ്രകാശിക്കുന്നവരാകും. ആ 4 പോയിന്റുകൾ ഇവിടെ വിദ്യാർത്ഥികൾ എഴുതുകയാണ് വേണ്ടത്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ഇവിടെയൊക്കെ എഴുതി പരിശീലിക്കുക. ഇനി പൂരിപ്പിച്ച് സാരം എഴുതാം. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി 2ാമത്തെ പാഠം അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം, സ്നേഹം. സ്വാലിഹുകളെയും സൽപ്രവർത്തനങ്ങളെയും നാം ഇഷ്ടപ്പെടുകയും പിശാചിനെയും പൈശാചിക പ്രവർത്തനങ്ങളെയും നാം വെറുക്കുകയും ചെയ്യണം.
അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ നാം ഇഷ്ടപ്പെടുന്നതും അവൻ വെറുക്കുന്നതിനെ നാം വെറുക്കുന്നതും അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണമാണല്ലോ. മുഅ്മിനുകളായ നാം അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കേണ്ടവരാണ്. അള്ളാഹു പറയുന്നു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾ അങ്ങേയറ്റം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. ഒരു മുഅ്മിനിന്റെ അടയാളമാണ് അവൻ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല കൽപ്പിച്ച കാര്യം ചെയ്യുക, നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അള്ളാഹു നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമാണ്. അവൻ ദയാലുവും കരുണയുള്ളവനുമാണ്. അള്ളാഹു ഏറ്റവും സൗന്ദര്യമുള്ളവനാണ്. അള്ളാഹുവിനോട് ഇഷ്ടം വളർത്താൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കുക, അള്ളാഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കുക, അള്ളാഹുവിന്റെ സിഫത്തുകൾ നന്നായി അറിയുക. നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്നതിന്റെ ചില അടയാളങ്ങൾ എന്തെല്ലാമാണ്? അള്ളാഹുവിന്റെ ലിഖായിൽ ആഗ്രഹമുണ്ടാവുക. ലിഖാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുക. സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യമുണ്ടാവുമല്ലോ. ആ ലിഖായിന് വേണ്ടി നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണം. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തേക്കാൾ പരിഗണന നൽകുക. ചിലപ്പോൾ നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത് ഒരു തെറ്റ് ചെയ്യാനായിരിക്കും, പക്ഷേ അത് തെറ്റാണ്, അള്ളാഹു തആല നിരോധിച്ച കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ മുതിരാതെ അള്ളാഹുവിന്റെ ഇഷ്ടത്തെ അവിടെ നമ്മൾ മുൻഗണന കൊടുക്കുക എന്ന് വെച്ചാൽ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുക. അള്ളാഹുവിന്റെ സാലിഹുകളായ അടിമകളോട് ഇഷ്ടമുണ്ടാവുക. അള്ളാഹുവിനോടുള്ള അടുപ്പം നഷ്ടപ്പെടുന്നതിനെ ഭയപ്പെടുക. നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകൾ എന്നിവ മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കുന്നതിൽ ആനന്ദം അനുഭവപ്പെടുക. ഇതെല്ലാം മുൻഗാമികളായ മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത് കാണിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരിക. ഇതൊക്കെ അള്ളാഹുവിനോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു തആല പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയെ, തങ്ങൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം അയാൾ ആരെ സ്നേഹിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. അല്ലാഹുമ്മർസുഖ്നി ഹുബ്ബക വഹുബ്ബ മൻ അഹബ്ബക വഹുബ്ബ മാ യുഖർരിബുനി ഇലാ ഹുബ്ബിക. അള്ളാഹുവെ, നിന്നോടും നിന്നെ ഇഷ്ടം വെച്ചവരോടും നിന്റെ ഇഷ്ടത്തിലേക്ക് അടുപ്പിക്കുന്നതിനോടുമുള്ള ഇഷ്ടം എനിക്ക് നീ നൽകുകയും നിന്നോടുള്ള ഇഷ്ടം തണുത്ത വെള്ളത്തേക്കാൾ എനിക്ക് ഇഷ്ടമായതാക്കുകയും ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ ദുആ നാം പതിവാക്കണം. അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇനി ഉത്തരമെഴുതുക. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ നാം ഇഷ്ടപ്പെടുകയും വെറുക്കുന്നതിനെ നാം വെറുക്കുകയും ചെയ്യുന്നു. കാരണം എന്താണ്? അത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി രണ്ട് വീതം എഴുതാം. അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ മുകളിൽ പറഞ്ഞു, അള്ളാഹു നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമാണ്. അവൻ ദയാലുവും കരുണയുള്ളവനുമാണ്. അള്ളാഹു ഏറ്റവും സൗന്ദര്യമുള്ളവനാണ്. നമ്മുടെ ഈമാനിന്റെ ഭാഗം കൂടെയാണ് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളത്. അതെല്ലാമാണ് കാരണങ്ങൾ. ഇനി അടുത്തത്, അള്ളാഹുവിനോട് ഇഷ്ടം വളരാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കുക, അള്ളാഹുവിന്റെ സിഫത്തുകൾ നന്നായി അറിയുക. ഇനി മൂന്നാമത്തത്, അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്നതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിന്റെ ലിഖായിൽ ആഗ്രഹം ഉണ്ടാവുക, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തേക്കാൾ പരിഗണന നൽകുക, അള്ളാഹുവിന്റെ സ്വാലിഹുകളായ അടിമകളോട് ഇഷ്ടമുണ്ടാവുക, അള്ളാഹുവിനോടുള്ള അടുപ്പം നഷ്ടപ്പെടുന്നതിനെ ഭയപ്പെടുക, നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകൾ എന്നിവ മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കുന്നതിൽ ആനന്ദം അനുഭവിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരുക. ഇതെല്ലാം അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്നതിന്റെ അടയാളങ്ങളാണ്. ഇനി പൂരിപ്പിച്ച് ആശയം എഴുതുക. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയെ, തങ്ങൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. ഇനി അടുത്തത്, അല്ലാഹുമ്മർസുഖ്നി ഹുബ്ബക
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ദുആ, അല്ലാഹുമ്മ ർസുഖ്നി ഹുബ്ബക വഹുബ്ബ മൻ അഹബ്ബക വഹുബ്ബ മാ യുഖർരിബുനി ഇലാ ഹുബ്ബിക വജ്അൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിനൽ മാഇൽ ബാരിദ്. അല്ലാഹുവേ, നിന്നോടും നിന്നെ ഇഷ്ടം വെച്ചവരോടും നിന്റെ ഇഷ്ടത്തിലേക്ക് അടുപ്പിക്കുന്നതിനോടുമുള്ള ഇഷ്ടം എനിക്ക് നീ നൽകുകയും നിന്നോടുള്ള ഇഷ്ടം തണുത്ത വെള്ളത്തേക്കാൾ എനിക്ക് ഇഷ്ടമായതാക്കുകയും ചെയ്യണമേ. ഇതാണ് അതിന്റെ ആശയം. അത് പൂരിപ്പിച്ച് ആശയം എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളെ കുറിച്ചാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവനുമായ അള്ളാഹുവിന്റെ നാമങ്ങൾ എത്ര പരിശുദ്ധമാണ്. പിറന്നു വീണ ഉടനെ നാം ആദ്യം കേൾക്കേണ്ടതും ദുനിയാവിൽ നിന്ന് പിരിയുമ്പോൾ അവസാനം ഉച്ചരിക്കേണ്ടതും അല്ലാഹ് എന്ന നാമമാണ്. നമ്മുടെ നാവിലും കൽബിലും എപ്പോഴും അതുണ്ടായിരിക്കണം. അള്ളാഹുവിന് സുന്ദരമായ 99 നാമങ്ങളുണ്ട്. അവ നാം മനഃപ്പാഠമാക്കുകയും എന്നും ചൊല്ലി ദുആ ചെയ്യുകയും വേണം. അല്ലാഹു തആല പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് സുന്ദരമായ പേരുകളുണ്ട്, അവ ഉപയോഗിച്ച് അവനോട് നിങ്ങൾ ദുആ ചെയ്യൂ. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ അസ്മാഉൽ ഹുസ്ന ഒരു തവണ നമ്മൾ ചൊല്ലി ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല ആ ദുആഇനിക്ക് ഉത്തരം തരും എന്നാണ് ഇതിന്റെ ആശയം. അള്ളാഹുവിന്റെ അസ്മാഉ കൊണ്ട് ലഭിക്കുന്ന ചില ഗുണങ്ങൾ എന്തൊക്കെയാണ്? മനഃപ്പാഠമാക്കിയവന് സ്വർഗം ലഭിക്കും. അതുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കാനും ജീവിതത്തിൽ എല്ലാ ദിവസവും ഇത് ചൊല്ലാനും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇനി ഇവിടെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന ഇവിടെ നൽകിയിട്ടുണ്ട്. അല്ലാഹ്, അർ റഹ്മാൻ, അർ റഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ തുടങ്ങി അർ റഷീദ്, അസ് സബൂർ വരെ 99 നാമങ്ങൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് മരിക്കുവോളം ദിവസവും നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാനുള്ളതാണ്. ഇത് ചൊല്ലി ദുആ ചെയ്താൽ അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കും. ഇതൊരാൾ പതിവാക്കിയാൽ അയാൾക്ക് സ്വർഗം ലഭിക്കും എന്നൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ നാമങ്ങൾ പഠിക്കുകയും പതിവായി ഉരുവിടുകയും ചെയ്ത് അള്ളാഹുവിന്റെ ഇഷ്ടം നേടി സ്വർഗപ്രവേശനം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പിറന്നു വീണ കുഞ്ഞ് ആദ്യം കേൾക്കേണ്ട നാമം ഏതാണ്? അല്ലാഹ്. അതുകൊണ്ടാണ് പിറന്നു വീണ ഉടനെ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കുന്നത്. 2, അള്ളാഹുവിന്റെ അസ്മാഉ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങളിൽ 2 എഴുതുക. എന്തെല്ലാം ഗുണങ്ങളുണ്ട്? മനഃപ്പാഠമാക്കിയവന് സ്വർഗം ലഭിക്കും. അതുകൊണ്ട് ദുആ ചെയ്താൽ നിർബന്ധമായും അല്ലാഹു തആല ഉത്തരം നൽകും. അള്ളാഹുവിന്റെ അസ്മാഉകളിൽ നിന്ന് 10 എഴുതുക. 99 ഇസ്മുകൾ നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 10 വിദ്യാർത്ഥികൾ എഴുതുക. ഇനി അടുത്തത് അദ്ദർസുർ റാബി', 4ാമത്തെ പാഠം അൽ മുഅ്ജിസ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ പ്രകടിപ്പിക്കുന്ന അമാനുഷികമായ കഴിവിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. കഠിനമായ ചൂടുള്ള ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈബിയയിലായിരുന്നു. 1400 സഹാബികൾ കൂടെയുണ്ട്. കുടിക്കാൻ പോലും വെള്ളമില്ല. ദാഹിച്ചു വലഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു പാത്രത്തിൽ അല്പം വെള്ളമുണ്ട്. സഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, കുടിക്കാനും വുളൂ ചെയ്യാനും വെള്ളമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ ആ വെള്ളത്തിൽ വെച്ചു. അത്ഭുതം! അവിടുത്തെ കൈവിരലുകൾക്കിടയിൽ നിന്നും ഉറവയായി വെള്ളം വരാൻ തുടങ്ങി. എല്ലാ സഹാബികളും വുളൂ ചെയ്യുകയും കുടിക്കുകയും ചെയ്തു. ഞങ്ങൾ 100,000 ആളുകൾ ഉണ്ടായിരുന്നാൽ പോലും ആ വെള്ളം മതിയാകുമായിരുന്നു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവിരലുകൾക്കിടയിൽ നിന്ന് വന്ന ഈ അത്ഭുത ജലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇതുപോലെയുള്ള അത്ഭുതകരമായ അസാധാരണ കാര്യങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഇസ്രാ, മിഅ്റാജ് യാത്രകൾ, അതുപോലെ ചന്ദ്രൻ പിളർന്ന സംഭവം, മരങ്ങൾ, കല്ലുകൾ മുതലായവ നബിതങ്ങളോട് സംസാരിച്ചത് തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ നബിതങ്ങളുടെ മുഅ്ജിസത്തുകളാണ്. അംബിയാ മുർസലുകളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത്. അവർ അള്ളാഹുവിന്റെ നബിമാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു അവർക്ക് മുഅ്ജിസത്തുകൾ നൽകിയിട്ടുള്ളത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയതും എന്നും നിലനിൽക്കുന്നതുമായ ഒരു മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ പല സഹാബികളും വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത വഴി ഇസ്ലാം സ്വീകരിച്ചവരാണ്.
മണ്ണിൽ നിന്ന് ജീവനുള്ള പക്ഷികളെ സൃഷ്ടിച്ചതും മാറാവ്യാധികൾ സുഖപ്പെടുത്തിയതും മരിച്ചവരെ ജീവിപ്പിച്ചതും ഈസാ അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തുകളിൽപ്പെട്ടതാണ്. ഇതുപോലെ പല പ്രവാചകന്മാരുടെയും മുഅ്ജിസത്തുകളെ പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അംബിയാ മുർസലുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകടമാക്കിയ അമാനുഷികമായ കഴിവുകളാണ്, അമാനുഷികമായ സംഭവങ്ങളാണ്. സാലിഹ് അലൈഹിസ്സലാം പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറത്തു കൊണ്ടുവന്നു. ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ. മൂസാ അലൈഹിസ്സലാമിന്റെ നിലത്തിട്ടാൽ പാമ്പാവുന്ന വടി ഫഅൽഖാ അസാഹു ഫഇദാ ഹിയ സുഅ്ബാനും മുബീൻ. ഇതൊക്കെ മുഅ്ജിസത്തുകളുടെ ഉദാഹരണങ്ങളാണ്. ചുരുക്കത്തിൽ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അംബിയാ മുർസലിങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകടമാക്കിയ അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ അത്ഭുത സംഭവങ്ങൾ കാണിക്കുന്നത്? അത് അവർ നബിയാണ് എന്ന് ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ്. ഈ ഉത്തരം എഴുതാം. മുഅ്ജിസത്ത് എന്നാൽ എന്താണ്? അംബിയാ മുർസലുകളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. 2, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? പരിശുദ്ധമായ ഖുർആൻ. 3, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു മുഅ്ജിസത്ത് ഏതാണ്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി താഴെയിട്ടാൽ പാമ്പാകും, കയ്യിലെടുത്താൽ സാദാ വടിയാകും. ഇനി പൂരിപ്പിച്ചർത്ഥം എഴുതാം. ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ. രണ്ടാമത്തേത് ഫഅൽഖാ അസാഹു ഫഇദാ ഹിയ സുഅ്ബാനും മുബീൻ. ഇനി അടുത്തത് അദ്ദർസുൽ ഖാമിസ് അന ആതീക ബിഹി. നേരത്തെ പാഠത്തിൽ നമ്മൾ മുഅ്ജിസത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി കറാമത്തിനെ കുറിച്ച് പറയുകയാണ്. ഔലിയാക്കന്മാരിലൂടെ പ്രകടമാവുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം യമനിലെ സബ ഭരിച്ചിരുന്ന ബിൽഖീസ് രാജ്ഞിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്ത് കൊടുത്തയച്ചു. ക്ഷണം സ്വീകരിച്ച രാജ്ഞിയും പരിവാരങ്ങളും സുലൈമാൻ നബിയുടെ ഭരണാസ്ഥാനമായ ജെറുസലമിലേക്ക് പുറപ്പെട്ടു. വിവരം ലഭിച്ച സുലൈമാൻ അലൈഹിസ്സലാം ജിന്നുകളും മനുഷ്യരും അടങ്ങിയ തന്റെ രാജസദസ്സിൽ ചോദിച്ചു, രാജ്ഞിയും പരിവാരങ്ങളും എത്തുന്നതിനു മുമ്പ് അവരുടെ കൊട്ടാരത്തിലെ സിംഹാസനം എന്റെ മുമ്പിലെത്തിക്കാൻ നിങ്ങളിൽ ആർക്കാണ് സാധിക്കുക? ജിന്നുകളിൽപ്പെട്ട ഒരു ഇഫ്രീത്ത് പറഞ്ഞു, അങ്ങ് ഈ സദസ്സ് വിട്ടുപിരിയുന്നതിന് മുമ്പ് ഞാൻ അത് ഇവിടെ എത്തിക്കാം. അപ്പോൾ കിതാബിയായ അറിവുള്ള ഒരു മഹാൻ പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്. അങ്ങയുടെ കണ്ണ് അടച്ചു തുറക്കുന്നതിന് മുമ്പ് ഞാൻ അത് ഇവിടെ എത്തിക്കാം. മനുഷ്യനാണ് പറയുന്നത്. ജിന്നെന്താ പറഞ്ഞത്? അങ്ങ് ഈ സദസ്സ് വിട്ടു പിരിയുന്നതിന് മുമ്പ് ഞാൻ അത് ഇവിടെ എത്തിക്കാം. എന്നാൽ അതിൽപ്പെട്ട ഒരു വലിയ പറയാണെന്ത്? അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്. അങ്ങയുടെ കണ്ണ് അടച്ചു തുറക്കുന്നതിന് മുമ്പ് ഞാൻ അത് ഇവിടെ എത്തിക്കാം. അപ്രകാരം അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. കാറ്റിനെ വാഹനമാക്കി യാത്ര ചെയ്യുക ഉൾപ്പെടെ നിരവധി മുഅ്ജിസത്തുകൾ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളിലും കറാമത്തുകൾ നൽകപ്പെട്ട ഔലിയാ ഉണ്ടെന്ന് തെളിയിക്കുകയാണ് ഈ സംഭവം. അള്ളാഹുവിനെയും അവന്റെ സിഫത്തുകളെയും കഴിയുന്നത്ര മനസ്സിലാക്കി ആരാധനകളിൽ സ്ഥിരത പുലർത്തുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വിനോദങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാ. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ കാര്യങ്ങളാണ് കറാമത്ത്. അള്ളാഹുവിന്റെ അടിമ ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾ അധികരിപ്പിച്ച് അവനോട് അടുക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുകയും അവന്റെ അവയവങ്ങളിലൂടെ ഇലാഹിയായ അത്ഭുതങ്ങൾ ദൃശ്യമാവുകയും ചെയ്യും. ഒരു നബിയുടെ അനുയായികളിൽപ്പെട്ട ഔലിയായിൽ നിന്ന് പ്രകടമാകുന്ന കറാമത്തുകൾ ആ നബി സത്യവാനാണെന്ന് ബോധ്യപ്പെടുത്തുന്ന മുഅ്ജിസത്ത് തന്നെയാണ്. അംബിയാഇന്റെ മുഅ്ജിസത്ത് പോലെ തന്നെ ഔലിയാഇന്റെ കറാമത്തുകളും വഫാത്തിന് ശേഷവും പ്രകടമാകുന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഹുജറത്തു ഷരീഫയുടെ ചാരത്ത് കൊണ്ടുവന്ന ശേഷം സഹാബത്ത് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹാദാ അബൂബക്കറിൻ ബിൽ ബാബ്. അള്ളാഹുവിന്റെ റസൂലെ, കവാടത്തിങ്കലുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് സഹാബികൾ പറഞ്ഞു. അപ്പോൾ ഹുജറത്തു ഷരീഫയുടെ വാതിൽ തുറക്കപ്പെട്ടതും ഖബർ ഷരീഫിൽ നിന്ന് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് മറുപടി ഉണ്ടായതും ഇതിന് ഉദാഹരണമാണ്. വഫാത്തിന് ശേഷവും ഈ മുഅ്ജിസത്തും അതുപോലെ കറാമത്തും ഒക്കെ സംഭവിക്കും.
എല്ലാ അത്ഭുതങ്ങളും കറാമത്തല്ല. അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നവരെല്ലാം വലിയുമല്ല. സിഹറിലൂടെയും മറ്റും അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാൻ പലർക്കും സാധിക്കും. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാതെ ജനങ്ങളെ വഞ്ചിക്കുന്ന വ്യാജന്മാരുടെ ഷർറിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഉത്തരമെഴുതുക. ആരാണ് ഔലിയാ? അള്ളാഹുവിനെയും അവന്റെ സിഫത്തുകളെയും കഴിയുന്നത്ര മനസ്സിലാക്കി ആരാധനകളിൽ സ്ഥിരത പുലർത്തുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വിനോദങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാ. കറാമത്ത് എന്നാൽ എന്താണ്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ കാര്യങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. വഫാത്തിന് ശേഷമുണ്ടായ കറാമത്തിന് ഉദാഹരണം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ റൗള ഷരീഫിന്റെ മുമ്പിൽ, ഹുജറത്തു ഷരീഫയുടെ മുമ്പിൽ കൊണ്ടുവന്ന് സഹാബികൾ പറഞ്ഞല്ലോ, നബിയെ കവാടത്തിങ്കലുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞപ്പോ ആ ഹുജറത്തു ഷരീഫ തുറക്കപ്പെട്ടതും അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് ചേർക്കൂ എന്ന് റൗള ഷരീഫിൽ നിന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിൽ നിന്ന് അശരീരി കേട്ടതും ഒക്കെ ഇതിന്റെ ഉദാഹരണമാണ്. പൂരിപ്പിച്ച് ആശയം എഴുതുക. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് ചേർക്കൂ. രണ്ടാമത്തത് അന ആതീക ഡാഷ് തർഫുക, അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, അങ്ങയുടെ കണ്ണ് അടച്ചു തുറക്കുന്നതിന് മുമ്പ് ഞാൻ അത് ഇവിടെ എത്തിക്കാം. അങ്ങനെ പൂരിപ്പിച്ച് ആശയം എഴുതുകയാണ് വേണ്ടത്. ഈ 5 പാഠങ്ങളാണ് ദുറൂസുൽ ഇഹ്സാനിൽ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത്. നിർബന്ധമായും പാഠങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. നിർബന്ധമായും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.